നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വേനൽമഴ ലഭിച്ചതോടെ കാർഷിക ജോലികൾ സജീവമാക്കി വട്ടവടയിലെ കർഷകർ. കൃഷിയിടങ്ങൾ ഉഴുത് അടുത്ത കൃഷിക്കായി വിത്തിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. കർഷകർ മുമ്പോട്ട് പോകുന്നത് വെളുത്തുള്ളി അടക്കമുള്ള കൃഷികളുമായി. കോൺഗ്രസ് കാഞ്ചാർ മണ്ഡലം കമ്മിറ്റി ബുധനാഴ്ച രാവിലെ കാഞ്ചാർ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ധർണ നടത്തും. സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് പഞ്ചായത്ത് വക സ്ഥലത്ത് PWD കരാറുകാരൻ മണ്ണും കല്ലും മറ്റു കെട്ടിടാവശിഷ്ടങ്ങളും തള്ളിയ സംഭവത്തിൽ പ്രതിഷേധിച്ച്. തുറസായ സ്ഥലത്തിരുന്ന് രാത്രിയിൽ ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് DYFI പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതായി പരാതി. സംഭവം നടന്നത് പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ വെച്ച്. ആക്രമണത്തിൽ പരിക്കേറ്റ 2 പേർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർച്ചയായി 2 ദിവസങ്ങളിൽ വീടുകൾക്ക് സമീപം അജ്ഞാതനെ കണ്ടതോടെ ഭീതിയിൽ കാഞ്ചാർ മേഖല. ജനവാസ മേഖലയിൽ വീടിന്റെ ടെറസിൽ 2 ദിവസങ്ങളിലായി അജ്ഞാതനെ കണ്ടത് കാഞ്ചാർ പള്ളിക്കവലയ്ക്ക് സമീപം. കഴിഞ്ഞ ദിവസം കാഞ്ചാർ പള്ളിക്കവലയിലും ലബക്കടയിലും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു. വിശദമായ വാർത്തകൾ. വേനൽമഴ ലഭിച്ചതോടെ കാർഷിക ജോലികൾ സജീവമാക്കി വട്ടവടയിലെ കർഷകർ. കൃഷിയിടങ്ങൾ ഉഴുത് അടുത്ത കൃഷിക്കായി വിത്തിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ കർഷകർ തുടങ്ങിക്കഴിഞ്ഞു. വെളുത്തുള്ളി അടക്കമുള്ള കൃഷികളുമായിട്ടാണ് കർഷകർ മുമ്പോട്ട് പോകുന്നത്. കത്തുന്ന വേനലിന് ആശ്വാസം പകർന്ന് വേനൽമഴ ലഭിച്ചത് വട്ടവടയിലെ കർഷകർക്ക് വലിയ ആശ്വാസം നൽകുന്നു. ശീതകാല പച്ചക്കറികളുടെ വിളനിലമാണ് വട്ടവട. കഴിഞ്ഞ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞതോടെ അടുത്ത കൃഷി ആരംഭിക്കാൻ മഴയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു വട്ടവടയിലെ കർഷകർ. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച വേനൽമഴ വട്ടവടയുടെ കാർഷിക മേഖലയ്ക്കാകെ ഉണർവ് നൽകിക്കഴിഞ്ഞു. വേനൽമഴ ലഭിച്ചതോടെ കർഷകർ കാർഷിക ജോലികൾ സജീവമാക്കി. കൃഷിയിടങ്ങൾ ഉഴുത് അടുത്ത കൃഷിക്കായി വിത്തിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ കർഷകർ തുടങ്ങിക്കഴിഞ്ഞു. വെളുത്തുള്ളി അടക്കമുള്ള കൃഷികളുമായിട്ടാണ് കർഷകർ മുമ്പോട്ട് പോകുന്നത്. ആദ്യം വെയിലായിരുന്നു, ഇപ്പം മഴ പെയ്ഞ്ഞിട്ടുള്ളൂ. മഴ പെയ്ഞ്ഞിട്ട് വട്ടവടയിൽ വെച്ച് ഇവിടെ ഇനി കൃഷി ഇടണം. വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ഇട്ടിട്ട് ഈ ഉളവടിക്കണം. മാടിനെ കാളയിനെ വെച്ച് ഉളവടിക്കുക. ഉളവടിച്ചിട്ട് അടുത്ത മാസം നമ്മൾ നടാൻ പോവുക. നട്ട് കളഞ്ഞിട്ട് 3 മാസം ക്രമിച്ച് പറിക്കണം. പറിച്ചിട്ട് പിന്നെ തിരിച്ച് വേറെ ഉളവടിക്കണം. ഇതുപോലെ ഉളവടിച്ച് പിന്നെ വേറെ കാരറ്റോ ക്യാബേജോ എന്തെങ്കിലും ഇടും. വേനൽ കനക്കുന്നത് വട്ടവടയിലെ കർഷകരിൽ ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് വേനൽക്കാലത്തെ കാർഷിക ജോലികൾക്ക് തടസ്സം സൃഷ്ടിക്കും. ഇക്കാരണം കൊണ്ട് തന്നെ വിളവെടുപ്പിന് ശേഷം അടുത്ത കൃഷി ഇറക്കാൻ കർഷകർ വേനൽമഴയ്ക്കായി കാത്തിരിക്കും. ഈ കാത്തിരിപ്പിന് വിരാമമിട്ടാണിപ്പോൾ വേനൽമഴ ലഭിച്ചിട്ടുള്ളതും കാർഷിക ജോലികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളതും. ഇപ്പോൾ കൃഷി ഇറക്കുന്ന പച്ചക്കറി ഇനങ്ങളിൽ ഒട്ടുമിക്കതും 3-4 മാസങ്ങൾ കൊണ്ട് വിളവെടുപ്പിന് പാകപ്പെടും. വേനൽമഴ ലഭിച്ചാൽ ഉടൻ പരമ്പരാഗത രീതിയിൽ ഉഴവ് മാടുകളെ ഉപയോഗിച്ച് മണ്ണിളക്കി കൃഷിജോലികൾ ആരംഭിക്കുന്ന കാഴ്ച വട്ടവടയുടെ തനത് കാഴ്ചകളിൽ ഒന്നുകൂടിയാണ്. കോൺഗ്രസ് കാഞ്ചാർ മണ്ഡലം കമ്മിറ്റി ബുധനാഴ്ച രാവിലെ 11-ന് കാഞ്ചാർ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ധർണ നടത്തും. പഞ്ചായത്ത് വക സ്ഥലത്ത് PWD കരാറുകാരൻ മണ്ണും കല്ലും മറ്റ് കെട്ടിടാവശിഷ്ടങ്ങളും തള്ളിയ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് സമരമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനായി വാങ്ങിയ സ്ഥലം ഭരണസമിതിയുടെ ഒത്താശയോടെ കയ്യേറി PWD കരാറുകാരൻ മണ്ണും കല്ലും മറ്റ് കെട്ടിട അവശിഷ്ടങ്ങളും തള്ളിയ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് സമരം. DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ സമരം ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷത വഹിക്കും. കർഷക കോൺഗ്രസ് സംസ്ഥാന കൗൺസിൽ അംഗം ജോയി ഇഴക്കുന്നേൽ, DCC അംഗം ജോയി തോമസ്, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോമോൻ തെക്കൽ തുടങ്ങിയവർ സംസാരിക്കും. കേരളത്തിൽ മാത്രമേ ഉള്ളൂ BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടി ഒന്നിച്ച് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത്. അതാണ് കാഞ്ചാർ പഞ്ചായത്ത്. പ്രസിഡന്റ് BJPയുടെ ആളും ബാക്കി ഭൂരിപക്ഷം കമ്മിറ്റി മാർക്സിസ്റ്റ് പാർട്ടിയുടെയാണ്. ആദ്യകാലങ്ങളിൽ നാട്ടുകാരെ കബളിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് നീക്കം ചെയ്യുമെന്ന് പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടി നടന്നെങ്കിലും പിന്നീട് അവർ ഒരു കൂട്ടു കമ്പനിയായി കാര്യങ്ങൾ നീക്കി ഇത് കാഞ്ചാർ പഞ്ചായത്തിൻ്റെ സർവ്വവിധമായ വികസനവും തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള ഭരണമാണ് അവർ നടത്തുന്നത്. യാഥാർത്ഥ്യബോധമില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന ഇതിനെതിരെയാണ് കോൺഗ്രസ് ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടും നടക്കുന്ന സംഭവവികാസങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ അവിടെ ചെയ്യുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നത്. 2014-15 സാമ്പത്തിക വർഷം 45.5 ലക്ഷം രൂപയ്ക്കാണ് മലയോര ഹൈവേയോരത്ത് 50 സെന്റ് സ്ഥലം പഞ്ചായത്ത് വാങ്ങിയത്. സ്ഥലത്ത് മണ്ണും മറ്റ് അവശിഷ്ടങ്ങളും തള്ളാൻ LDF ഭരണസമിതി മൗനാനുവാദം നൽകിയതായി സംശയിക്കുന്നു. ഈ സ്ഥലത്ത് ഉടൻ പഞ്ചായത്ത് ഓഫീസ് കം കോംപ്ലക്സ്
നിർമ്മിക്കണം. തള്ളിയ കല്ലും മണ്ണും ഉടൻ നീക്കാൻ നടപടി സ്വീകരിക്കണം. കയ്യേറ്റം തടയാൻ മതിൽ കെട്ടി സംരക്ഷണം ഉറപ്പാക്കണം. ഇതിന്റെ മറവിൽ സാമ്പത്തിക അഴിമതി നടന്നിട്ടുള്ളതായി സംശയിക്കുന്നതായും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ LDFന് മുൻതൂക്കമുള്ള പഞ്ചായത്ത് ഭരണസമിതി ഇതിനകത്ത് അനുഭാവം കാണിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പഞ്ചായത്തിന്റെ ഒരു അനുമതിയും ഇല്ലാതെയാണ് ഈ സ്ഥലത്ത് ഈ മണ്ണ് കൊണ്ടുപോയി ഡംപ് ചെയ്യാനായിട്ട് അവർക്ക് അനുവാദം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടില്ലെന്ന് പറയുന്ന പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് നമുക്ക് ദുരൂഹതകളാണ് ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ടാണ് നാളെ ഈ ധർണ സമരം പഞ്ചായത്തിന്റെ മുന്നിലെ ഇന്റർനാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജോർജ് ജോസഫ് പടവൻ, ജോയി ഇഴക്കുന്നേൽ, ജോയി തോമസ്, MM ചാക്കോ, ആൽബിൻ മണ്ണംചേരിൽ, ജോർജ് ജോസഫ് മാമ്പറ എന്നിവർ പങ്കെടുത്തു. തുറസായ സ്ഥലത്തിരുന്ന് രാത്രിയിൽ ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതായി പരാതി. പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ വെച്ചാണ് സംഭവം നടന്നത്. ആക്രമണത്തിൽ പരിക്കേറ്റ 2 പേർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതൃത്വം രംഗത്തെത്തി. ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് കമ്മിറ്റി അംഗം ഹാരിസ്, ഡിവൈഎഫ്ഐ പ്രവർത്തകനായ രഞ്ജിത്ത് എന്നിവർക്കാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളത്. വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ രാത്രികാലത്ത് തുറസായ സ്ഥലത്ത് വാഹനത്തിന്റെ ബോണറ്റിൽ വെച്ച ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് പ്രകോപിതരായ ലഹരി സംഘം ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ചികിത്സയിൽ കഴിയുന്ന ഹാരിസ് പറഞ്ഞു. ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയപ്പെടുകയും ഞങ്ങളവരെ ചോദ്യം ചെയ്യുകയും അപ്പം അങ്ങനെ പ്രകോപിതരായിട്ട് അവർ ബിയർ ബോട്ടിൽ കയ്യിലുണ്ടായിരുന്ന കമ്പിയോടിയും ഒക്കെ വെച്ച് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഒരു കുഴിയിലേക്ക് നമ്മളെ തള്ളിയിടുകയും എൻ്റെ കാല് ഒടിഞ്ഞു പോവുകയും ചെയ്തു. ഈ ലഹരി ഇതൊരു നമ്മുടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം ആയതുകൊണ്ടും നമ്മളത് ചോദ്യം ചെയ്യപ്പെട്ടത്. അത് പരസ്യമായിട്ടുള്ള ലഹരി ഉപയോഗമായിരുന്നു. രാസലഹരി, കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഒരു വണ്ടിയിൽ നിന്ന് വണ്ടിയുടെ ബോണറ്റിൽ വെച്ച് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാരിസിന്റെ കാലിന് ഒടിവ് സംഭവിച്ചു. രഞ്ജിത്തിന്റെ തലയ്ക്കാണ് പരിക്കുള്ളത്. അക്രമശേഷം സംഘം പ്രദേശത്തു നിന്നും രക്ഷപ്പെട്ടതായി ഹാരിസും രഞ്ജിത്തും പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതൃത്വം രംഗത്തെത്തി. കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് സെക്രട്ടറി CS സുധീഷ് ആവശ്യപ്പെട്ടു. രാത്രി കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ വെച്ച് ഡിവൈഎഫ്ഐ സഖാക്കളെ ലഹരി മാഫിയ സംഘങ്ങൾ മർദ്ദിക്കുകയുണ്ടായി. ആ മർദ്ദിച്ച സമയത്ത് ഡിവൈഎഫ്ഐ സഖാക്കൾക്ക് പരിക്കേറ്റ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ കർശനമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നും സ്വീകരിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് സൂചിപ്പിക്കാനുള്ളത്. ആക്രമണത്തിൽ പരിക്ക് സംഭവിച്ചവർ അടിമാലി പോലീസിൽ പരാതി നൽകി. നെടുങ്കണ്ടം എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 1500 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് പിടികൂടി. 60,000 രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നമാണ് പിടിച്ചെടുത്തതെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. നെടുങ്കണ്ടം കാക്കരവിളയിൽ വിജയകുമാർ എന്നയാളുടെ കടയിലും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നുമായിട്ടാണ് വലിയ തോതിൽ നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് കണ്ടെടുത്തത്. സ്കൂൾ കുട്ടികൾക്കടക്കം വിൽപ്പന നടത്തുന്നു എന്ന പരാതിയിന്മേലാണ് സംഘം പരിശോധന നടത്തിയത്. കമ്പത്തു നിന്നുമാണ് ഇത് വാങ്ങുന്നതെന്ന് ഇയാൾ മൊഴി നൽകി. 60,000 രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നമാണ് പിടിച്ചെടുത്തതെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. സംഭവത്തിൽ കേസെടുത്ത പിഴ ഈടാക്കി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രകാശ്, അസീസ്, അരുൺ ശശി, അരുൺ മുരളീധരൻ, രേഖ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. തുടർച്ചയായി 2 ദിവസങ്ങളിൽ വീടുകൾക്ക് സമീപം അജ്ഞാതനെ കണ്ടതോടെ ഭീതിയിൽ കാഞ്ചിയാർ മേഖല. കാഞ്ചിയാർ പള്ളിക്കവലയ്ക്ക് സമീപത്താണ് ജനവാസ മേഖലയിൽ വീടിന്റെ ടെറസിൽ 2 ദിവസങ്ങളിലായി അജ്ഞാതനെ കണ്ടത്. വീട്ടുകാർ ബഹളം വെച്ചതോടെ ഇയാൾ സമീപത്തെ പറമ്പിലേക്ക് ഓടിമറഞ്ഞു. കഴിഞ്ഞ ദിവസം കാഞ്ചിയാർ പള്ളിക്കവലയിലും ലബക്കടയിലും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു. കഴിഞ്ഞ 29-ാം തീയതി രാത്രിയും കഴിഞ്ഞ ദിവസം രാത്രിയുമാണ് കാഞ്ചിയാർ പള്ളിക്കവലയ്ക്ക് സമീപത്ത് വീടിന്റെ ടെറസിന് മുകളിൽ അജ്ഞാതന്റെ സാന്നിധ്യമുണ്ടായത്. രാത്രി 10 മണിയോടെയാണ് ഇയാളെ 2 ദിവസവും വീട്ടുകാർ കണ്ടത്. ടെറസിന് മുകളിൽ ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രങ്ങൾ എടുക്കാൻ പോയ സമയത്താണ് വീട്ടുകാർ ഇയാളെ കണ്ടത്. തുടർന്ന് ബഹളം വച്ചതോടെ ഇയാൾ സമീപത്തെ കൃഷിയിടത്തിലേക്ക് ഓടിമറഞ്ഞു. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. അതേസമയം കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഇയാളെ കണ്ടതിനു ശേഷമാണ് കാഞ്ചിയാർ പള്ളിക്കവലയിലും ലബക്കടയിലും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നതെന്നും വീട്ടുകാർ പറഞ്ഞു. ഇവിടുത്തെ CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങൾ കണ്ടതോടെ ഇവിടെ എത്തിയ അജ്ഞാതൻ ധരിച്ചിരുന്ന വേഷവും സമാന രീതിയിലായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. വെള്ളം ചൂടാക്കി കൊണ്ടുവന്ന് ബാത്റൂമിൽ വെച്ചിട്ട് കുളിക്കാനായിട്ട് തുണിയെടുക്കാനായിട്ട് ടെറസമ്പുറത്ത് കയറി വന്നപ്പോൾ തലയിൽ തുണിയിട്ട ഒരാൾ ഇവിടെ ഇരിക്കുന്നു. കറുത്ത പാൻറ്റും
വെള്ളം തോർത്ത് വിട്ട് മുഖം മൂടിക്കെട്ടി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പുറകോട്ട് ഇറങ്ങി ചെന്ന് തുണി എടുത്തില്ല. ഇവർ ഈ ടോണിച്ചേട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ തുണി എടുത്തേ. എന്നാലും പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു അതിശയം തോന്നി. എനിക്കെന്നാൽ വലിയ പേടിയായിട്ടൊന്നും തോന്നിയില്ല താനും. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഓടിച്ചെന്ന് പെരെ കയറി ഇവിടുത്തെ ചേച്ചിയോട് വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം ഓടിച്ചെന്ന് ഒരു വാക്കത്തി എടുത്ത് ഒരു ഫോണും എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവരെല്ലാവരും വന്നു. പിന്നെ ഗേറ്റ് തുറന്ന് കിടക്കുമായിരുന്നു. എന്നാലും പിന്നെ എങ്ങോട്ട് പോയെന്നറിയില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി മോഷ്ടാവിന്റെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായതോടെ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കണമെന്നാണ് ആവശ്യം. പ്രദേശങ്ങളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനു ശേഷമാണ് മോഷ്ടാവ് മോഷണം നടത്തിയിരിക്കുന്നത്. മോഷ്ടാവിന്റെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായതോടെ സ്ത്രീകൾ അടക്കമുള്ളവർ ഭീതിയിലാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഇരട്ടയാർ കൊച്ചുകാമാക്ഷിയിലും സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു. ഹീറോ പരിവേഷമുള്ള മോഹൻലാൽ സംഘപരിവാർ ശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. എമ്പുരാൻ സിനിമയിൽ കാണുന്ന ആശയം അണിയറ പ്രവർത്തകർ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് കീഴ്പ്പെട്ടുവെന്നും അദ്ദേഹം ആരോപിച്ചു. സിനിമയുടെ അന്തരാർത്ഥങ്ങൾ BJP സർക്കാർ ഏതു വിധത്തിൽ ഈ നാടിനെ പ്രയാസപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോ ദേശീയ അന്വേഷണ ഏജൻസികൾ NIA ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾ, അതിന്റെ പേരിൽ തങ്ങൾക്ക് അനുകൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മുടെ അനുഭവമാണ്. അതൊക്കെയാണ് ആ സിനിമയുടെ പ്രമേയം. കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്ട് അതുപോലെ തന്നെയായി ഇപ്പം സിനിമയുടെ ഉള്ളടക്കം പോലും മാറ്റുന്ന വിധത്തിൽ കത്തിവെച്ച് സ്വയം അവർക്ക് മുമ്പാകെ പോയി കീഴടങ്ങി നിൽക്കുകയാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള നായകവേഷം. ഏറ്റവും വലിയ ഹീറോ പരിവേഷത്തിൽ നിന്ന് മോഹൻലാൽ ഉൾപ്പെടെ ഇന്നിപ്പോ കീഴടങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പൊ സിനിമയിൽ കാണുന്ന ആ ആശയം സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ ഇല്ലാതെയാക്കുന്ന തരത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് അവർ കീഴ്പ്പെടുന്ന ഒരു ദുരവസ്ഥ. ഇതൊക്കെ നമുക്ക് ചുറ്റുമെന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അടിമാലിയിൽ രക്ഷപ്പെട്ടുപോയ കഞ്ചാവ് കേസ് പ്രതിയെ തിരയുന്നതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ മറ്റൊരു മൂവർ സംഘത്തിന്റെ ആക്രമണം. അടിമാലി 200 ഏക്കർ അമ്പലപ്പടി ഭാഗത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ ഉൾപ്പെട്ട 3 പേരെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനത്തിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന സംഭവത്തിൽപ്പെട്ട ഒരാൾ കഴിഞ്ഞ ദിവസം കത്തിപ്പാറയിൽ വെച്ച് പോലീസിനെ വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ടിരുന്നു. ഇയാൾക്കായി പോലീസ് മഫ്തിയിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് അടിമാലി 200 ഏക്കർ അമ്പലപ്പടി ഭാഗത്ത് വെച്ച് തിരച്ചിൽ നടത്തിയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് നേരെ മറ്റൊരു മൂവർ സംഘത്തിന്റെ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ അടിമാലി സ്വദേശികളായി ജസ്റ്റിൻ, ജപ്പാൻ എന്ന് വിളിക്കുന്ന അക്ഷയ്, രാഹുൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ രാഹുൽ ഒഴികെ മറ്റ് 2 പ്രതികളും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെന്ന് പോലീസ് പറഞ്ഞു. മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ ഉദ്യോഗസ്ഥനെ തിരിച്ചറിഞ്ഞ മൂവർ സംഘം ഒരു ഇരുചക്ര വാഹനത്തിൽ സ്ഥലത്തെത്തുകയും ആക്രമണം നടത്തുകയുമായിരുന്നു. ഹെൽമറ്റ് ഉപയോഗിച്ചുൾപ്പെടെ പ്രതികൾ ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതായാണ് പോലീസ് നൽകുന്ന വിവരം. സംഭവത്തെ തുടർന്ന് പരിസര പ്രദേശത്തുണ്ടായിരുന്ന പോലീസ് സംഘം ഇവിടേക്കെത്തി. പിന്നീട് പ്രതികളിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. രാത്രിയിൽ നടത്തിയ തുടർ പരിശോധനയിൽ സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ട മറ്റ് 2 പേരും പിടിയിലായി. ഇവരുടെ വാഹനവും പോലീസ് പിടിച്ചെടുത്തു. സംഭവത്തിൽ അടിമാലി പോലീസ് തുടർ നടപടി സ്വീകരിച്ചു. ഇൻസൈറ്റ് പ്രയർ മിഷൻ ഒരുക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനും ഇന്ത്യൻ ശിക്ഷാ നിയമ പഠന ക്ലാസും ഏപ്രിൽ 2-ാം തീയതി ചെറുതോണി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രായലിംഗഭേദമന്യേ നമ്മുടെ സമൂഹത്തിൽ അനുദിനം വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം, അക്രമ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്നും പുതുതലമുറയെ പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇൻസൈറ്റ് പ്രയർ മിഷൻ ചെയർമാൻ പാസ്റ്റർ ജോയി നെല്ലിക്കുന്നിൽ അധ്യക്ഷത വഹിക്കുന്ന ക്യാമ്പയിൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇൻസൈറ്റ് പ്രയർ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനും ഇന്ത്യൻ ശിക്ഷാ നിയമ പഠന ക്യാമ്പും നാളെ 2 മണിക്ക് ചെറുതോണി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ആ ക്യാമ്പിന് ശേഷം ആത്മീയ ഗാന ശുശ്രൂഷയും ദൈവവചന പഠനവുമുണ്ട്. ഈ ക്യാമ്പ്, ഈ ഇൻസൈറ്റ് പ്രയർ മിഷൻ ലക്ഷ്യമിടുന്നതെന്ന് പറയുന്നത് നമ്മളുടെ യുവതലമുറയെ അവർ അറിഞ്ഞോ അറിയാതെയോ അവർ വീണുപോയ തെറ്റിൽ നിന്നും അവരെ ഒന്ന് പിന്തിരിപ്പിക്കുവാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇടുക്കി ജില്ലയിൽ നമ്മളിതൊരു
ഇതിൻ്റെ ഒരു പ്രാരംഭ പ്രവർത്തനമാണ് നാളെ നടക്കുവാൻ പോകുന്നത്. ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തും. SNDP യോഗം ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് P. രാജൻ, ചെറുതോണി ജുമാ മസ്ജിദ് ചീഫ് ഇമാം TA ഖാലിദ് ഉവൈസി തുടങ്ങിയവർ സംസാരിക്കും. ലഹരി വിരുദ്ധ ബോധവൽക്കരണം, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നിവയെ സംബന്ധിച്ച ക്ലാസുകൾ അഡ്വക്കേറ്റ് ലിസി MM, ഇടുക്കി പോലീസ് ഇൻസ്പെക്ടർ സന്തോഷ് സജീവ് എന്നിവർ നയിക്കും. തുടർന്ന് ഇൻസൈറ്റ് വോയിസ് ഗാന ശുശ്രൂഷയും ദൈവവചന ശുശ്രൂഷയും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പാസ്റ്റർ ജോയി നെല്ലിക്കുന്നേൽ, പാസ്റ്റർ MA ജോസഫ്, പാസ്റ്റർ ഷൈൻ സെബാസ്റ്റ്യൻ, പാസ്റ്റർ SC പൗലോസ് എന്നിവർ പങ്കെടുത്തു. ബൈസൺ വാലിക്ക് സമീപം വാഹനാപകടം. പാലത്തിന്റെ കൈവരികൾ തകർത്ത് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു. കോഴിക്കോട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈസൺ വാലി പാലത്തിന് സമീപമാണ് അപകടം സംഭവിച്ചത്. കോഴിക്കോട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ പാലത്തിന്റെ കൈവരികൾ തകർത്ത് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. വാഹനത്തിൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപകടത്തിൽ 2 പേർക്ക് പരിക്ക് സംഭവിച്ചു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘം ഗ്യാപ് റോഡിൽ നിന്നും ബൈസൺ വാലി വഴി രാജാക്കാട് ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. അപകടത്തിൽ വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർവഹണത്തിൽ ഇടുക്കി ജില്ലയിൽ 1ാം സ്ഥാനം നേടി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത്. 106.35% ചിലവാക്കിയാണ് നിർവഹണം പൂർത്തിയാക്കിയത്. ഇതോടൊപ്പം 2024-25 സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ കട്ടപ്പന ബ്ലോക്കിന് കീഴിൽ 1,50,160 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കി 5,20,00,000 രൂപ ചെലവഴിക്കാൻ സാധിച്ചതിലും മുൻപന്തിയിലാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത്. പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്ത് 16ാം സ്ഥാനത്തെത്താനും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിനായി. 2024-25 വർഷം പഞ്ചായത്തിന്റെ സമഗ്ര മേഖലകളിലും വികസനം എത്തിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഇതെന്നും പഞ്ചായത്ത് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കഠിന പരിശ്രമം ഇതിന്റെ പിന്നിലുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചു. ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിൽ 1ാം സ്ഥാനവും കേരള സംസ്ഥാനത്ത് 21ാം സ്ഥാനവും പദ്ധതി നിർവഹണത്തിൽ നേട്ടം കൈവരിക്കാൻ സാധിച്ചു. വളരെ മുന്നേ കൂട്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കോൺട്രാക്ടർമാരും എല്ലാം ഒരേ ചരടിലെ മുത്തുമണികൾ പോലെ തന്നെ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ഇടുക്കി ജില്ലയിൽ 107.29% കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേട്ടം. പഞ്ചായത്ത് ജീവനക്കാർക്കും വിവിധ വാർഡുകളിലെ പഞ്ചായത്ത് അംഗങ്ങൾക്കും പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തിയ കരാറുകാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നതായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ വ്യക്തമാക്കി. ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി നിർവഹണത്തിൽ 100% പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ജീവനക്കാർക്കും അതോടൊപ്പം ചേർന്ന് നിന്ന ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തിയ കോൺട്രാക്ടേഴ്സിനും എല്ലാവർക്കും ഹാർദവമായി നന്ദി അറിയിക്കുകയാണ്. തുടർന്നുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും സജീവ പ്രവർത്തനം ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. 2024-25 വാർഷിക പദ്ധതി നിർവഹണത്തിൽ ഇടുക്കി ജില്ലയിൽ 100% തുക ചിലവഴിച്ച പഞ്ചായത്താണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത്. 106.35% ചിലവഴിച്ചത്. ഇതോടൊപ്പം പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ 1,50,160 തൊഴിലുകൾ പൂർത്തീകരിച്ച് 5,20,00,000 രൂപ ചെലവഴിക്കാനും സാധിച്ചു. കൂടാതെ 51 കുടുംബങ്ങൾ 100 തൊഴിൽ ദിനവും 7 കുടുംബങ്ങൾ 200 തൊഴിൽ ദിനവും നേടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ തുടർച്ചയായി 1ാം സ്ഥാനവും കരസ്ഥമാക്കി. ഈ വർഷത്തെ വാർഷിക പദ്ധതിയിലും സമാന രീതിയിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനാണ് ലക്ഷ്യമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. അടിമാലി ഗ്രാമപഞ്ചായത്ത് വിശപ്പ് രഹിത പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് അടിമാലി താലൂക്ക് ആശുപത്രി പരിസരത്ത് സൗജന്യ ഫുഡ് കൗണ്ടർ സ്ഥാപിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ആരും വിശന്നിരിക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് വിശപ്പ് രഹിത പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി അടിമാലി താലൂക്ക് ആശുപത്രി പരിസരത്ത് സൗജന്യ ഫുഡ് കൗണ്ടർ സ്ഥാപിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു സംവിധാനമാണ്. മറ്റെല്ലാ ഹോസ്പിറ്റൽ നടക്കുന്നത് പോലെ തന്നെയാണ്. എന്നിരുന്നാലും നമുക്കറിയാം,
അടിമലി താലൂക്ക് ആശുപത്രിയിലെ ഒരുപാട് നിർദ്ധരായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് ഇവിടെ കുടിവെള്ളം ഉണ്ടെങ്കിൽ പോലും തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കൊടുക്കാനുള്ള സംവിധാനത്തോടുകൂടി ഗ്രാമപഞ്ചായത്ത് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നതിൽ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന് ഞങ്ങളവരെ സ്വാഗതം ചെയ്യുന്നു. ചെയർമാൻ എന്ന നിലയിലും ഈ ഹോസ്പിറ്റൽ വികസന പ്രവർത്തന എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് നിൽക്കുമ്പോഴും വരുന്ന ആളുകൾക്കും കുട്ടികൾക്കും സാധാരണക്കാർ വരുമ്പോൾ അവർക്ക് പക്ഷേ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇവിടെ ഈ സാധനം വളരെ പെട്ടെന്ന് തന്നെ എടുത്ത് കൊടുക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് ഈ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾ സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പദ്ധതിക്ക് പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അഭ്യർത്ഥിച്ചു. പെട്ടെന്ന് കേടാകാത്തതും അഴുകാത്തതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതുജനങ്ങൾക്ക് സൗജന്യ ഫുഡ് കൗണ്ടറിൽ എത്തിച്ച് അർഹരായവർക്ക് ലഭ്യമാക്കാവുന്നതാണ്. പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, താലൂക്ക് ആശുപത്രി അധികൃതർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏഷ്യ ലെവൽ വെയ്റ്റ് ലിഫ്റ്റിംഗ്, പവർ ലിഫ്റ്റിംഗ് എന്നീ ഇനങ്ങളിൽ പങ്കെടുത്ത് വിജയം കരസ്ഥമാക്കി നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ സ്വദേശി ആൻഡ്രൂസ്. പവർ ലിഫ്റ്റിംഗിൽ 4ാം സ്ഥാനവും വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 5ാം സ്ഥാനവുമാണ് ആൻഡ്രൂസ് കരസ്ഥമാക്കിയത്. തമിഴ്നാട് കോയമ്പത്തൂരിൽ നടന്ന ഏഷ്യ ലെവൽ ചാമ്പ്യൻഷിപ്പിലാണ് വണ്ടിപ്പെരിയാർ കരടിക്കുഴി സ്വദേശി ആൻഡ്രൂസ് പങ്കെടുത്തത്. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി കൂടിയാണ് ആൻഡ്രൂസ്. പവർ ലിഫ്റ്റിംഗിൽ 4ാം സ്ഥാനവും വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 5ാം സ്ഥാനവുമാണ് ഈ മിടുക്കൻ കരസ്ഥമാക്കിയത്. കഠിനാധ്വാനത്തിലൂടെ നാടിന് അഭിമാനമായി മാറിയ ആൻഡ്രൂസിന് വണ്ടിപ്പെരിയാറിൽ അനുമോദനവും ഒരുക്കി. വന്നിട്ട് 5 വർഷമാകുമ്പോൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ 1 മാസം മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നു. മാസ്റ്റർ വിളിച്ച് പറഞ്ഞ് ഇവർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കോമ്പറ്റീഷൻ കാരണം. അപ്പോൾ അത് തൊട്ട് പ്രിപ്പറേഷൻ കുറച്ചേ സമയമുള്ളായിരുന്നു. മാസ്റ്ററിൻ്റെ ട്രെയിനിങ് കാരണം കോയമ്പത്തൂർ വെച്ച കോമ്പറ്റീഷൻ നടന്ന ഏഷ്യ ലെവലിലുള്ള കോമ്പറ്റീഷനാണ്. അതിൽ പോയി ബെഞ്ച് പ്രസ്സിൽ 4th ഡെഡ് ലിഫ്റ്റിൽ 5th അടിച്ചായിരുന്നു. പിന്നെ എനിക്ക് ഫിനാൻഷ്യലായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ചേട്ടന്മാർ രാധേശ്വരനും സൂര്യചേട്ടൻ എനിക്ക് ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്തായിരുന്നു. അഡ്വക്കേറ്റ് സോബിൻ സോമൻ, മാധ്യമപ്രവർത്തകൻ ജിക്കോ വളപ്പിൽ, പ്രിൻസ് കടശിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ആൻഡ്രൂസിന് മൊമന്റോയും സർട്ടിഫിക്കറ്റുകളും കൈമാറി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ബുക്കിൽ കുറിക്കുന്ന ഹാജറിന് വിട. ഹാജർ രേഖപ്പെടുത്തുന്നതിന് അത്യാധുനിക കണ്ടുപിടുത്തവുമായി കട്ടപ്പന പുളിയമ്മല ക്രൈസ്റ്റ് കോളേജിലെ BCA 2ാം വർഷ വിദ്യാർത്ഥികൾ 6 മാസം കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഓട്ടോമാറ്റിക് ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം വഴി ഇനി തനിയെ കോളേജിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഹാജർ ലഭിക്കും. പുളിയന്മല ക്രൈസ്റ്റ് കോളേജിൽ ഈ വർഷം തുടക്കമിട്ട ഇൻക്യുബേഷൻ സെന്ററിലെ ആദ്യ പരീക്ഷണമായിരുന്നു ഓട്ടോമാറ്റിക് അറ്റൻഡൻസ് സിസ്റ്റം. BCA 2ാം വർഷ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്തത്. ക്രൈസ്റ്റ് കോളേജ് കഴിഞ്ഞ കൊല്ലം നമ്മൾ പുതിയ ഇൻക്യുബേഷൻ സെന്റർ ആരംഭിച്ചു. പിള്ളേരുടെ ക്രിയാത്മകമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കുട്ടികൾ വരുന്നതിന് വേണ്ടി നമ്മൾ ഇൻക്യുബേഷൻ സെന്റർ ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ ഫസ്റ്റ് പ്രൊജക്റ്റായിട്ട് ഇവിടെ ഈ ഗേറ്റ് കടന്നു വരുന്ന എല്ലാവർക്കും അറ്റൻഡൻസ് ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ ചെയ്യുന്ന പോലെ ഒരു പുതിയ സോഫ്റ്റ്വെയർ BCA സ്റ്റുഡൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ട്, ഇൻക്യുബേഷൻ സെന്ററിലെ ഫസ്റ്റ് പ്രൊജക്ട് ഇവരാണ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ വിദ്യാർത്ഥികൾക്ക് അറ്റൻഡൻസ് ഇതുവഴി ലഭിക്കും. നൽകുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ വിദ്യാർത്ഥിയെയും ക്യാമറയിലൂടെ സോഫ്റ്റ്വെയർ തിരിച്ചറിയുക. ഫസ്റ്റ് പീരീഡ് ഏത് ദിവസമാണോ നല്ല ടീച്ചറാണോ അവർ മാത്രമേ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് ഇപ്പോൾ ആ ടീച്ചർ ആബ്സെന്റ് ആണെങ്കിൽ ഇപ്പം വേറെ നമുക്ക് അറ്റൻഡൻസ് ഇല്ലെങ്കിൽ ഓഫീസിൽ നമ്മൾ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം, അറ്റൻഡൻസ് മാറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ വേറെ ടീച്ചറിന് നമ്മുടെ അറ്റൻഡൻസ് നടക്കും. അത് 10 കൺസ്യൂമിംഗാണ്. പിന്നെ അതിനുവേണ്ടി ഞങ്ങൾ ഒരു അഡ്വാൻസ് ലെവലായിട്ട് ഞങ്ങൾ ചെയ്തതാണ് ഒരു ഓട്ടോമേറ്റഡ് ഫേസ് റെക്കഗ്നൈസേഷൻ അറ്റൻഡൻസ് സിസ്റ്റം. 6 മാസത്തെ പ്രയത്നത്തിനൊടുവിൽ നിരവധി പ്രോഗ്രാമിംഗിലൂടെയാണ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത്. സോഫ്റ്റ്വെയറിൽ നിന്ന് ഹാർഡ്വെയറിലേക്ക് ഈ സാങ്കേതിക വിദ്യ മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ. സോ കറന്റ് നമ്മളിപ്പം ഇത് സോഫ്റ്റ്വെയർ പ്രോട്ടോടൈപ്പായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഫ്യൂച്ചറിൽ ഇതൊരു ഹാർഡ്വെയറിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഒരു ഫിസിക്കലായിട്ടൊരു ക്യാമറ ഫിറ്റ് ചെയ്ത് ലൈവായിട്ട് തന്നെ
സ്റ്റുഡൻസിന്റെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു MCU വഴി കോളേജിന്റെ സോഫ്റ്റ്വെയറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ ഫ്യൂച്ചർ ഉദ്ദേശിക്കുന്നുണ്ട്. ക്രൈസ്റ്റ് കോളേജിന്റെ അഭിമാന നേട്ടമായി ഇത് കാണുന്നുവെന്നും കൂടുതൽ പ്രോത്സാഹനം നൽകി കോളേജിൽ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിനൊപ്പം സമീപ സ്കൂളുകളിലേക്ക് പദ്ധതി എത്തിക്കാനുമാണ് കോളേജ് അധികൃതരുടെ ലക്ഷ്യം. ഇൻക്യുബേഷൻ സെന്റർ സ്ഥാപിച്ചത് തന്നെ കുട്ടികളുടെ നൂതനമായ ആശയങ്ങൾ രൂപപ്പെടുവാനും അതിലൂടെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. അഭിമാനം എന്ന് പറയാൻ കാരണം ഈ കോളേജിലെ BC ഡിപ്പാർട്ട്മെന്റ് കുട്ടികൾ ആ ഒരു അവസരം വിനിയോഗിച്ചുകൊണ്ട് അവരെ ഒരു പുതിയ സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകരുടെയും മറ്റ് ജീവനക്കാരുടെയും അറ്റൻഡൻസും സോഫ്റ്റ്വെയറിൽ ലഭ്യമാകും. ഇതോടെ രജിസ്റ്റർ ബുക്കിൽ എഴുതുന്ന രീതികൾ അകലെയാവുകയാണ്. ഒപ്പം പഞ്ചിങ് അറ്റൻഡൻസും വിദ്യാർത്ഥികളായ അബിൻ സന്തോഷ്, നോയൽ ജോബ്, മേഹുൽ ജോയി, എബിൻ ബെന്നി, ക്രിസ്പിൻ കുരുവിള ചാണ്ടി എന്നിവരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു കഴിഞ്ഞു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകെ ലോട്ട് 243. വിൽപ്പനയ്ക്ക് വന്നത് 60,156. വിൽപ്പന നടന്നത് 59,498. കൂടിയ വില 3,260. ശരാശരി വില 2,794. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 700 രൂപ. ഏലം കൂടിയ വില 2,750. ഏലം ശരാശരി വില 2,600. കാപ്പിപ്പരിപ്പ് 450. ഗ്രാമ്പു 750. കൊക്കോ 80. റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,510 രൂപ. വെള്ളി 114. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേനൽമഴ ലഭിച്ചതോടെ കാർഷിക ജോലികൾ സജീവമാക്കി വട്ടവടയിലെ കർഷകർ. കൃഷിയിടങ്ങൾ ഉഴുത് അടുത്ത കൃഷിക്കായി വിത്തിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. കർഷകർ മുമ്പോട്ട് പോകുന്നത് വെളുത്തുള്ളി അടക്കമുള്ള കൃഷികളുമായി. കോൺഗ്രസ് കാഞ്ചാർ മണ്ഡലം കമ്മിറ്റി ബുധനാഴ്ച രാവിലെ കാഞ്ചാർ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ധർണ നടത്തും. സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് പഞ്ചായത്ത് വക സ്ഥലത്ത് PWD കരാറുകാരൻ മണ്ണും കല്ലും മറ്റു കെട്ടിടാവശിഷ്ടങ്ങളും തള്ളിയ സംഭവത്തിൽ പ്രതിഷേധിച്ച്. തുറസായ സ്ഥലത്തിരുന്ന് രാത്രിയിൽ ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് DYFI പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതായി പരാതി. സംഭവം നടന്നത് പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ വെച്ച്. ആക്രമണത്തിൽ പരിക്കേറ്റ 2 പേർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർച്ചയായി 2 ദിവസങ്ങളിൽ വീടുകൾക്ക് സമീപം അജ്ഞാതനെ കണ്ടതോടെ ഭീതിയിൽ കാഞ്ചാർ മേഖല. ജനവാസ മേഖലയിൽ വീടിന്റെ ടെറസിൽ 2 ദിവസങ്ങളിലായി അജ്ഞാതനെ കണ്ടത് കാഞ്ചാർ പള്ളിക്കവലയ്ക്ക് സമീപം. കഴിഞ്ഞ ദിവസം കാഞ്ചാർ പള്ളിക്കവലയിലും ലബക്കടയിലും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.